ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒരു ഗേളി ടോക്കാണ് കേട്ടോ. നമ്മളുടെ പെണ്ണുങ്ങളുടെ, അതായത് ലേഡീസിൻ്റെ ബോഡി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് പല നമ്മളുടെ എന്താ പറയുക, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ ഒരു 20s ബ്രസ്റ്റ് ആയിരിക്കില്ല 30s ഉണ്ടാവുക. നമ്മളൊന്ന് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു എന്താ പറയുക, ബ്രസ്റ്റിൻ്റെ ഒരു ഷേപ്പ് മാറും. വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഷേപ്പ് മാറും. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞു, ഡെലിവറി സമയത്ത് വേറൊരു ഷേപ്പ്, ഡെലിവറി കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ഷേപ്പ്, ബ്രസ്റ്റ് ഫീഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഷേപ്പ്, അങ്ങനെ പല ഇത് കൂടി നമ്മൾ കടന്നു പോകുന്നവരാണ് നമ്മൾ ലേഡീസ് പൊതുവെ. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് നമ്മുടെ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾക്ക് എന്താണോ പർപ്പസ്, ഇപ്പോൾ ഹെവി ബ്രസ്റ്റ് ആയിരിക്കാം, ചിലവർക്ക് സാഗിനെസ് ഉണ്ടാവും, കുറച്ച് തൂങ്ങിയിട്ടുണ്ടാവും, അഴിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ എന്തൊക്കെ ബ്രായാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് ടൈപ്പുകൾ ഉണ്ട്. ഈ ഒരു വീഡിയോ കൂടി എനിക്കും സത്യം പറഞ്ഞാൽ ഞാൻ കുറേ റിസർച്ച് നടത്തിയിട്ടാണ് എനിക്കും മനസ്സിലായത് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, ഇതൊക്കെയാണ് അതിൻ്റെ ഫാക്ടറികൾ, അങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിലാക്കിയപ്പോൾ എനിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും നേരം വൈകണ്ട നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഹെവി ബ്രസ്റ്റ് ആണ്, കുറച്ചൊരു സാഗിനെസ് ഉള്ള, അതായത് അഴിഞ്ഞിട്ടുണ്ട്, തൂങ്ങിയിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ബ്രസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന 5 ടൈപ്പ് ബ്രാ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഓരോ ബ്രായായിട്ടും കാണിക്കാം കേട്ടോ, നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഓരോ ബ്രായായും ഞാൻ കാണിക്കാം. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഇതെല്ലാ ബ്രായും ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഷയ്യവേന്നാണ് കേട്ടോ. ഷയ്യവയുടെ നമ്മൾ തുടക്കം തൊട്ടിട്ട് ഒരു 5 വർഷമായിട്ട് നമ്മൾ ഷയ്യവയുടെ അത് നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. ഇവരുടെ കുറേ നമുക്ക് ഓഫറുകൾ കാര്യങ്ങളുണ്ട്. അവരുടെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. തുടക്കം 200 രൂപ, 199 രൂപയാണ് ഇവരുടെ തുടക്കം തൊട്ടിട്ട്. നമുക്ക് നല്ല ഒരുപാട് ടൈപ്പ് ബ്രാ മാത്രമല്ല, നൈറ്റ് വെയർസ്, ബാൻഡീസ്, അതേപോലെ തന്നെ ഷേപ്പ് വെയർ, അങ്ങനെ പല ടൈപ്പിലുള്ള ഐറ്റംസും വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം ഞാൻ ഈ 5 ടൈപ്പിലുള്ള ബ്രായാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് സൈസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവരുടെ സൈറ്റിൽ നമുക്ക് സൈസ് കാൽക്കുലേറ്റർ ഉണ്ട്, അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സൈസ് കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള ഒരു ഉപകാരം കൂടിയുണ്ട്. അപ്പോൾ ആദ്യത്തെ ബ്രാ എന്ന് പറയുന്നത് എൻസർക്കിൾ ബ്രാ ആണ് കേട്ടോ. ഈ എൻസർക്കിൾ ബ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പിക്ചർ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ ഈ എൻസർക്കിൾ ബ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേര് പോലെ തന്നെ ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, കംപ്ലീറ്റ് കവറേജ് തരുന്ന രീതിയിലുള്ള, സപ്പോർട്ട് തരുന്ന രീതിയിലുള്ള ഒരു ബ്രായാണ് എൻസർക്കിൾ ബ്രാ. അതായത് നിങ്ങൾക്ക് കുറച്ച് സാഗിനെസ് ഉണ്ട്, ഹെവി ബ്രസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ കവറേജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് നിലനിർത്തിക്കൊണ്ട് നമ്മളുടെ സപ്പോർട്ട് തരുന്ന രീതിയിലുള്ള ഒരു ബ്രായാണ്. നമുക്ക് കണ്ടോ, ഈ സൈഡിൽ നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കണ്ടോ, ഈ സൈഡിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് സർക്കിൾ ചെയ്യുന്ന പോലെ വരുന്ന ഒരു ടൈപ്പിലുള്ള ബ്രായാണ് ഈ എൻസർക്കിൾ ബ്രാ. ഈ ഒരു ടൈപ്പ്, ഈ സെയിം ബ്രാ ഞാനൊരു 4 എണ്ണം, ഓരോ വട്ടമായിട്ട് ഞാൻ 4 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ കളറും ഉണ്ട് ഈ ഒരു പാറ്റേൺ ഉള്ളത്. നിങ്ങൾക്ക് എന്തായാലും ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കായാലും സാഗിനെസ് ഉള്ളവർക്കും കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി, കംപ്ലീറ്റ് അവരുടെ അത് കവർ ചെയ്ത് നമുക്കൊരു അപ്ലിഫ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പിലുള്ള ബ്രായാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു 3 ഒരു പ്രത്യേക തരം തുണി വെച്ച് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മളൊരു പുറത്തേക്ക് നമ്മൾ സേഫ് ആയിട്ട് ഇട്ടാലും നമുക്ക് ആ ഒരു നിപ്പിൾ ഷോ അങ്ങനത്തെ ഒന്നും കാണില്ല. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കും സാഗിനെസ് ഉള്ളവർക്കും എന്തായാലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ബ്രായാണ് ഈ ഒരു എൻസർക്കിൾ ബ്രാ. എസ്പെഷ്യലി ഇവരുടെ ഈ സൈഡിലത്തെ ഈ പ്രൊട്ടക്ഷൻ, അതായത് ഇങ്ങനെ നമുക്ക് സാഗ് ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും കൂടി വരുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു എൻസർക്കിൾ ബ്രാ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബ്രാ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ദേ ഈ ഒരു നമ്മളുടെ അണ്ടർവയർഡ് ബ്രാ ആണ് കേട്ടോ. അണ്ടർവയർഡ് ബ്രാ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊരു പാഡഡ് ബ്രാ ആണ്. ഇത് മാത്രമാണ് ഞാൻ പാഡഡ് ആയിട്ടുള്ള വാങ്ങിച്ചിട്ടുള്ളൂ. ഞാൻ ബാക്കി എല്ലാതും നോൺ പാഡഡ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഈ അണ്ടർവയർഡ് ബ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഗി ആയിട്ടുള്ള ബൂബ്സ് ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു അണ്ടർവയർഡ് ബ്രാ. എന്താ കാരണം എന്നറിയോ, ഈ ഒരു ഇതിൻ്റെ താഴെ, അതായത് നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ വരുന്ന വശത്ത് കണ്ടോ, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വയർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ. അങ്ങനെ നമുക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വയർ ഉണ്ട്. നമുക്ക് ഇങ്ങനെ അങ്ങനെയൊന്നും ചെയ്യില്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന രീതിയിൽ വരുന്ന ഒരു ടൈപ്പാണ് ഈ അണ്ടർവയർഡ് ബ്രാ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഒരു താഴെ ഒരു വയർ പോലൊരു കട്ടിയിലുള്ളൊരു വയർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ ഈ ബ്രസ്റ്റിനെ അപ്ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സാഗിനെസ് മാറ്റി ആ ഒരു എന്താ പറയുക, നമുക്കൊരു അപ്പിയറൻസിൽ നമുക്ക് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ സഹായിക്കുന്ന ടൈപ്പിലുള്ള ബ്രായാണ് ഈ അണ്ടർവയർഡ് ബ്രാ. ഓക്കെ,
അടുത്തത് നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും, പക്ഷെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ഉപയോഗം ഇതാണെന്നുള്ളത് അറിയാൻ ഇപ്പോഴായിരിക്കും ചാൻസ് കൂടുതൽ. കാരണം എനിക്കും അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയണ്ടായിരുന്നില്ല, ഇത് ഇതിനാണ് യൂസ് ചെയ്യണമെന്നുള്ളത് അറിയണ്ടായിരുന്നില്ല. അതാണ് നമ്മുടെ എക്സ് ഫ്രെയിം ബ്രാ. അതായത് കണ്ടോ, നിങ്ങൾ ഇങ്ങനെ ഒരു കട്ട് കണ്ടോ, ഇങ്ങനെ ഒരു എക്സ് പോലെ, ഞാൻ പിക്ചർ കൊടുക്കാം, എക്സ് പോലെ ഒരു കട്ട് നിങ്ങൾ കാണാൻ പറ്റും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിങ്ങൾക്ക് സെപ്പറേഷൻ, ചിലവരുടെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ബ്രസ്റ്റ് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. അത് നമുക്ക് ഹോൾഡ് ചെയ്ത് കറക്റ്റ് ഷേപ്പിൽ കൊണ്ടു നിർത്തി ആ ഒരു ഹെവിനെസ്സും ആ ബ്രസ്റ്റ് ഒരു സാഗിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ അപ്ലിഫ്റ്റ് ചെയ്ത് ആ കോണ്ടൂർ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഷേപ്പും ആ സപ്പോർട്ടും കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ എക്സ് ഫ്രെയിം ബ്രാ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിലൊരു ആ നിപ്പിളിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഇത് പാഡഡ് ബ്രാ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊന്നും നോൺ പാഡഡ് ആണ്. ഇതിൽ കണ്ടോ, ഇവിടെ ഒരു നിപ്പ്, ആ നിപ്പിന്റെ അവിടെ ഒരു നമുക്കൊരു നിപ്പിൾസിന്റെ അവിടെ ഒരു കവർ ചെയ്തിട്ട് ഒരു ഭാഗം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ടീഷർട്ടിന്റെ കൂടെയോ, കാരണം ഇത് അത്രയും നമുക്ക് സേഫ് ആണ്. ഈ സൈഡിലൊക്കെ ഒരു കുഷ്യൻ പോലെ ഒരു സംഭവം ഉണ്ട്, അത്രയ്ക്കും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബ്രാ വരുന്നത്. ഇവിടെ ഒരു കുഷ്യനി എഫക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വളരെ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ക്യാമറയിൽ മനസ്സിലാവില്ല, കാരണം ഇവിടെ ഒരു കുഷ്യനി എഫക്റ്റ് ഉണ്ട്. നമുക്ക് ആ സെപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു മുന്നിലേക്ക് കൊണ്ടുവന്ന് ലിഫ്റ്റ് ചെയ്ത് ആ ഒരു ഷേപ്പ് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സ് ഫ്രെയിം ബ്രാ സഹായിക്കും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഹെവി ബ്രസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഭയങ്കര സാഗി ആയിട്ടുള്ള ബൂബ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിടിലമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇതിന്റെ ഇത് നോക്കണ്ട, ഇവിടെ ഒരു ആ നിപ്പിൾസും കവർ ചെയ്യും, നമുക്ക് ഇവിടെ ആ ഒരു പ്രൊട്ടക്ഷനും കിട്ടും, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ് ബ്രായാണ് ഈ എക്സ് ഫ്രെയിം ബ്രാ കേട്ടോ. ഇതാണ് നമ്മളുടെ എം ഫ്രെയിം ബ്രാ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സെന്ററിൽ ഒരു കട്ട് കണ്ടോ, ഒരു കട്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന രീതിയിലുള്ള ഒരു ബ്രായാണ് എം ഫ്രെയിം ബ്രാ. ഈ എം ഫ്രെയിം ബ്രാ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? ഇപ്പം ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പണ്ടത്തെ സിനിമയിലൊക്കെ ജയഭാരതി സീമയൊക്കെ ഇട്ടിട്ടുള്ള ടൈപ്പ് ഇത് കണ്ടിട്ടില്ല, ഇങ്ങനെ മുള്ളു കുത്തണ പോലെ ഇങ്ങനെ നിൽക്കുന്നത്, അതാണ് സംഭവം. നല്ല കോണ്ടോർ ചെയ്ത് നല്ല ഭയങ്കര ആ ഷേപ്പ് കൊണ്ടുവരാൻ, അതായത് നല്ല അപ്ലിഫ്റ്റ് ചെയ്ത് നല്ല ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വടി പോലെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ബ്രായാണ്. ഭയങ്കര ബോഡി ഹഗ്ഗിങ്, നല്ല രസം, നല്ല കംഫർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ടൈപ്പിലുള്ള ബ്രായാണ് ഈ ഒരു എം ഫ്രെയിം ബ്രാ. നിങ്ങളിനി ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ആ ഒരു പെർഫെക്ഷൻ, നല്ല കോണ്ടോർ ചെയ്ത് നല്ല അപ്ലിഫ്റ്റ് ചെയ്ത് ആ ഒരു ഷേപ്പും സപ്പോർട്ടും കൊടുത്ത് നല്ല രീതിയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ബ്രായാണ് ഈ എം ഫ്രെയിം ബ്രാ. ഞാനിവിടെ പിക്ചർ കൊടുക്കാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഇനി നിങ്ങൾ കടയിൽ പോവുകയാണെങ്കിലും എവിടെ കാണുകയാണെങ്കിലും ഇതാണ് ഇതിന്റെ ഉപയോഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അടുത്തതാണ് ഈ മിനിമൈസർ ബ്രാ. ഇതിന്റെ പേര് പോലെ തന്നെ ഇതിന്റെ സൈസ്, നമ്മൾ ഹെവി ബ്രസ്റ്റ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ, സാഗിനെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതാക്കി നമ്മൾ ആ ഒരു പെർഫെക്റ്റ് സപ്പോർട്ടോടുകൂടി നല്ല ഫുൾ കവറേജിൽ നമുക്ക് ആ ഒരു സപ്പോർട്ട് ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്ത് കറക്റ്റ് നിർത്തുക എന്നുള്ളതാണ് മിനിമൈസ് ചെയ്യുക. അതായത് സൈസ് ഒന്ന് കുറച്ച് കാണിക്കുക, മിനിമൈസ് ചെയ്ത് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു മിനിമൈസർ ബ്രാ വരുന്നത്. അപ്പോൾ ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഞാൻ നോൺ പാഡഡ് ആണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഇത് പാഡഡും കൂടി ആയി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ പൊതുവെ ഇതിൽ 2-3 ലെയറായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇത് ഇട്ട് നടക്കാനും പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു 5 ടൈപ്പ് ബ്രാ നമുക്ക് ഞാനിതെല്ലാം ഷൈവേ എന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഞാൻ എൻ്റെ കൂപ്പൺ കോഡ് കൊടുക്കാം, ബ്യൂട്ടി 100 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് കൊടുക്കാം. നിങ്ങൾ അത് വെച്ച് വാങ്ങണം. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം, എത്ര വട്ടം വേണമെന്നുണ്ടെങ്കിലും മേടിക്കാം. ഈ ഒരു കൂപ്പൺ കോഡ് വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഷൈവേ ആപ്പിൻ്റെ എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ള 5 ബ്രാഡേയും ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ ഓഫറുകൾ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഓഫറുകളൊക്കെ കുറേ നമുക്ക് ഓരോ ടൈമിൽ ഓരോ ഓഫറുകളാണ് ഉണ്ടാവുക ഷൈവയുടെ ആപ്പിൽ. അപ്പോൾ നമുക്ക് ഓരോ ടൈമിനനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ ഇതിൻ്റെ വിലകൾ പറയാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കൂടി കാണാം.